Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആരാണ് ആദ്യം ഔട്ട് ആവുന്നത്? അയാൾ ഇന്ന് ഐസ്ക്രീം മേടിച്ചു തരണം. നീ ആദ്യം ഒന്ന് പിടിച്ച് കാണിക്കേ. ബണ്ണി ഔട്ടായി. നീ ഔട്ടായി പോകട്ടെ. ഞാനാണ് കർത്ത, എല്ലാരെയും രക്ഷിക്കുന്ന സ്വന്തം സുഹൃത്താ. ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. നീ എന്താടാ ഇത്രയും ദിവസം അകത്തായിരുന്നോ? ഇത് ഗുഡ് ഈവനിങ് അല്ല ഗുഡ് മോർണിംഗ് എന്ന് പറ. സംശയമുണ്ടോ? എന്നാ വരൂ, നമുക്ക് ഈ കാര്യത്തിലൊരു ചർച്ച നടത്താം. അങ്ങനെ ചർച്ച നടത്തി വൈകുന്നേരം ആവുമല്ലോ. എടാ, കൂട്ടത്തിൽ ഒരു കഴുത മതി കേട്ടോ, അല്ലാതെ നീ ഇപ്പൊ വെറുതെ മറ്റൊരു കഴുതയാകാൻ നോക്കണ്ട. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴുതയായി മാറാം. ജീവിതം എന്നത് വെറും ഒരു പുഷ്പം പോലെയാണ്. അത് സൂക്ഷിക്കാൻ കഴിച്ചില്ലെങ്കിൽ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകും. ഞാൻ കഴുതയായ കർത്തയാണ്. ഞാൻ നിങ്ങളുടെ ബാഗ് പറിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ വരൂ, എന്റെ ബാഗ് തരൂ. എടാ, നന്ദുവിന് എന്താ സംഭവിച്ചത്? വേഗം പിടിക്കാവനെ. നന്ദു നിൽക്ക്. ഓക്കേ, അതാ നിന്നു. നിനക്ക് എന്താണ് സംഭവിച്ചത് കർത്താ? ഞാൻ പറയാം. ഇവൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോയി. ഇന്നലെയാണ് വന്നത്. ആ ഗ്രാമത്തിൽ നിന്നാണ് നീ വരുന്നേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശി ഉറപ്പായിട്ടും നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടാവും. കർത്താ, എന്റെ കൂട്ടുകാരാ, വേഗം സാധനങ്ങളൊക്കെ എനിക്ക് തിന്നാൻ താടാ. ഞാൻ ദാ ഇപ്പൊ കൊണ്ടുവരാം. നന്ദു, നീ എന്താടാ ഈ കാണിക്കുന്നേ? മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തെറ്റാണ്. വേഗം കൊണ്ടുപോയി തിരിച്ചു വെക്ക്. വയ്ക്കോ, സാധനങ്ങളൊക്കെ വേഗം കൊണ്ട് വെക്കാൻ നോക്കേ. ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചേക്കാം. ബാലു, ഗ്രാമത്തിൽ എന്താ സംഭവിച്ചത്? ഇവൻ എന്തിനാ ഹണിയെ പോലെ മണ്ടത്തരം കാണിക്കുന്നത്? അത് മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തത്. എന്റെ പൊന്നു മോനെ, ഏതൊരു ജോലിയും വേണ്ടാന്ന് വെക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ജോലി നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതിനുശേഷമാണ് ഇവൻ ഇങ്ങനെയായി പോയത്. രാവിലെ ഞാൻ പറഞ്ഞു കൂ. ഇവൻ ലക്ഷങ്ങളിൽ പോയി ക്യൂവിൽ നിന്നു. അല്ല, നിങ്ങളെന്തിനാ ക്യൂ നിൽക്കാൻ പറഞ്ഞേ? ഞാൻ കുമ്പളങ്ങി എന്ന് പറയാമെന്നതാ. കൂ എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ പോയി ക്യൂവിൽ നിന്നു. ഇതാ, ഇത് കണ്ടോ നീ? എന്തോ അടയാളം പോലുണ്ടല്ലോ. അടയാളമല്ല, ക്യൂവിൽ പോയി മുന്നിൽ നിന്നതുകൊണ്ട് അവിടുത്തെ വാച്ച്മാൻ എന്നെ തല്ലിയതാണ്. ഓഹോ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. എടാ നന്ദു, എന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കടാ. അവൻ എന്റെ പുറത്ത് കല്ല് വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ഐ ഹോപ്പ് ഞാൻ നിങ്ങളെ നിരാശനാക്കിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോ പോവാണ്. ഇവൻ ഇങ്ങനെ ഒരു ഹണിയായി പോയല്ലോ. പക്ഷെ അവൻ സത്യത്തിൽ കർത്തയല്ലേ? എടാ, ഞാൻ കഴുത എന്ന് പറഞ്ഞതാ, പക്ഷെ പേര് മാറി ഹണിയായി. എന്നെ കളിയാക്കിയതുകൊണ്ടേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നന്ദുവിനെ പിടിക്കണം, വേഗം വാ. സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ മാല കഴുത്തിലിട്ട് ഉറങ്ങിക്കോളൂ. അല്ലെന്നുണ്ടെങ്കിൽ കള്ളൻ കർത്ത അത് ബാങ്കിൽ നിന്ന് മോഷ്ടിക്കും. അതെ, കർത്ത സിറ്റിയിലെ ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആണ്. എഴുന്നള്ളത്ത് കാണണമെങ്കിൽ എപ്പോഴും നിൽക്കണം മുന്നേ. നീ മുന്നോട്ട് പോകണമെങ്കിൽ തോപ്പിക്കണം എന്നെ. വാ, വന്ന് തോപ്പിക്കേ. കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ഞാൻ നിങ്ങളെ അനുസരിക്കാം. ഖന്ന സാബ്, ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ തോൽപ്പിക്കാം.
game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഞാൻ എന്താ ഈ കാണുന്നേ? അതെ കൊച്ചളിയ, നീ കാണുന്നതേ കറുത്ത ബാങ്ക് കൊള്ളയടിക്കുന്നതാണ്. എടാ കഴുത്, അവൻ ഷോക്കിൽ പറഞ്ഞു പോയതാ. അത് സംശയമുണ്ടോ? നമ്മുടെ കർത്ത കള്ളനല്ല, വേറെന്തോ പ്രശ്നമുണ്ട് കൂട്ടുകാരെ. നീ പറഞ്ഞത് ശരിയാ. അവന്റെ ഈ സ്വഭാവം കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവൻ തനിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നെന്നാ. വേഗം വാ, നമുക്കെന്തായാലും കണ്ടുപിടിക്കാം. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. അതാ പോകുന്നു അവൻ. ദേ പോകുന്നു, അങ്ങോട്ട് നോക്ക്. കർത്ത, ഇങ്ങനെ മോഷ്ടിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. കൂട്ടുകാരാ, ഈ വഴി അത്ര ശരിയല്ല. ശരിയാ പറഞ്ഞത്. ഇത് തെറ്റായ വഴിയാണ്. എനിക്ക് പോകേണ്ടത് പുറകിലത്തെ വഴിയിലൂടെയാണ്. ഔ. ഔ, ഔ. എടാ നിക്കാനാ പറഞ്ഞത്. മര്യാദക്ക് നിക്കുന്ന നല്ലത്. ഓക്കേ, അത് കഴിഞ്ഞു. അതെ ചേച്ചി, ചേച്ചി എന്റെ അളിയനെ കണ്ടായിരുന്നോ? എടാ ഇത് ഞാനാ, നോക്ക്. കർത്ത, നീ എങ്ങോട്ടാ ഈ പോകുന്നത്? ഔ, ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ബാങ്കിലുള്ള പൈസ എല്ലാം മോഷ്ടിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് വരാൻ. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ദേ നോക്ക്, ബാങ്ക് കൊള്ളയടിക്കുന്നത് വളരെ തെറ്റാ. അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മറ്റൊരാൾ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നതും തെറ്റായ കാര്യമല്ലേ? ഈ പറഞ്ഞത് ശരി തന്നെയാണല്ലോ. എടാ രണ്ട് ശരിയാണെങ്കിൽ പിന്നെ തെറ്റേതാ? ഈ പറയുന്നതും ശരിയാണ്. ഔ, അയാൾ ആ കാട്ടിനകത്ത് ഇപ്പോ എന്നെയും കാത്തിരിക്കായിരിക്കും. തക്ക സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. വേഗം അവന്റെ പുറകെ പോകാം. ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചാ മതിയാവൂ. പെട്ടെന്ന് വാ. നന്നായി. കാണാൻ കൊച്ചുകുട്ടിയാണെങ്കിലും നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വലുതാണ്. കണ്ടോ, ഇത് മുകളിലിരിക്കുന്ന ആള് തന്നതാണ്. എത്തിയല്ലോ. ഞാൻ പറയുന്ന ജോലിയെല്ലാം ചെയ്തു തീർത്തിട്ട് എത്തിയല്ലോ. ഇത് ശർമ്മയുടെ പൈസയാണോ മിശ്രയുടെ പൈസയാണോ? നന്നായിട്ട് നോക്കിട്ട് പറയത് ശർമ്മയുടെ ആണോ മിശ്രയുടെ ആണോ? നീ ബാങ്കിൽ പോയി കൊള്ളയടിച്ച് എന്നെ വലിയൊരു മനുഷ്യനാക്കി മാറ്റി. നോട്ടെല്ലാം എന്റേത്, കുറ്റം മുഴുവൻ നീ അനുഭവിച്ചോ. ഓക്കേ, എല്ലാം അങ്ങ് പറയുന്നത് പോലെ. എനിക്ക് ലോൺ തരാൻ ബാങ്കുകാർ വിസമ്മതിച്ചു. തോക്ക് വെക്കുന്ന ഒരു കട ഉണ്ടാക്കാനാണ് ഞാൻ ചോദിച്ചത്. ലോൺ തന്നിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അടയ്ക്കുമായിരുന്നു. അവർക്ക് ലാഭം കിട്ടുമായിരുന്നു. എന്റെ സ്റ്റാർട്ടപ്പിനെ തന്നെ അവർ നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ബാങ്ക് കൊള്ളയടിക്കാൻ പറഞ്ഞത്. എല്ലാം ശുഭമായി നടന്നു. വരട്ടെ. അപ്പൊ നീയാണല്ലേ ഈ പാവപ്പെട്ടവനെ കണ്ടു ബാങ്ക് കൊള്ളയടിപ്പിച്ചത്? കൂട്ടുകാരെ, അടിക്കടാവനെ. അത് ശരി, എന്നെ തല്ലാൻ പോവുകയാണോ? ദാ കണ്ടില്ലേ, ആ 4 പേരെ വേഗം തല്ലേ. നന്ദു, അവനെ തല്ല്. ഓക്കേ. അയ്യോ എന്റെ കുട്ട, നീ എന്തായി കാണിക്കുന്നേ? തല്ലുകയാണെങ്കിൽ നീ ആരെ തല്ലുവെന്ന് പറ. ആദ്യം ഞാനല്ലേ തല്ലാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ അവരെ തല്ലേ. നന്ദു, അവനെ അടിക്ക്. ഓക്കേ. അല്ല, അവരെ തല്ലേ. അല്ല, അവനെ അടിക്ക്. അവരെ തല്ലേ. 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 അവനെ അടിക്ക്. അവരെ അവനെ തല്ലേ. അടിക്ക്. അവരെ അവനെ തല്ലേ. അടിക്ക്. നിർത്ത്. അവനെ അടിക്ക്. ഔ, നിങ്ങളോടാ പറഞ്ഞത് നിർത്ത്. നിങ്ങൾക്ക് തല്ലണമൊക്കെ തമ്മി തല്ല്. വെറുതെ എന്തിനാ എന്നെ ഓടിക്കുന്നത്? ഞാനാകെ ക്ഷീണിച്ചു. ഇത് എത്രയാണെന്ന് പറയ്. ഇത് 2 അല്ലേ? അയ്യോ എന്തായത്? ഇപ്പൊ 4 കാണുന്നുണ്ടല്ലോ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു കാണിക്കേ, നോക്കട്ടെ. പിടിക്കവനെ. ഓക്കേ, എങ്കിൽ ഇപ്പൊ തന്നെ പിടിച്ചു കാണിക്കാം. ഔ.
ഞാൻ എന്നെ ദുരുപയോഗം ചെയ്തു. ഇനി ഞാൻ എന്റെ മനസ്സ് പറയുന്നത് മാത്രമേ കേൾക്കൂ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് മതിയാക്ക്. ദയവ് ചെയ്ത് എല്ലാരും എന്നോട് ക്ഷമിക്ക്. ഇനി നിങ്ങൾ എന്നെ തല്ലിയാൽ തീർച്ചയായും എന്റെ കാറ്റ് പോകും. ഇവനെ 10 വർഷമെങ്കിലും അകത്താക്കണം. മോഷണ കുറ്റത്തിന് 2 വർഷം, പിന്നെ കൺഫ്യൂസ് ചെയ്തതിന് 8 വർഷം വേറെ. അയ്യോ, എന്നോട് ക്ഷമിക്ക്. ഇനി ബാങ്കിൽ നിന്ന് മറ്റുള്ളവരുടെ പൈസ എന്നല്ല, എന്റെ പൈസ പോലും ഞാൻ എടുക്കില്ല. എന്നോട് ക്ഷമിച്ചേക്ക്. കേട്ടോ നന്ദു, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യണമെങ്കിലും ഒരു വട്ടം കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഓക്കേ, എല്ലാം നിങ്ങൾ പറയുന്ന പോലെ. ഓ ഓ സമാധാനമായി ഉറങ്ങണമെങ്കിൽ സത്യം അറിയൂ. ബാങ്കിലുണ്ടായ മോഷണം കർത്തയെ കൊണ്ട് നടത്തിയതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതെ, ഇയാളാണ് അതിന്റെ പിന്നിൽ. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഹണി ബണ്ണി ടീമാണ് ഈ കേസ് തെളിയിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. മറ്റൊരാളാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അതിനെപ്പറ്റി എന്ത് പറയുന്നു നിങ്ങൾ? ഞാൻ എന്റെ മനസ്സ് പറയുന്നതേ കേൾക്കൂ. ഇപ്പൊ എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അതെ അതെ, അവൻ ഇനി എന്ത് ചെയ്താലും ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യൂ. അവനെ പറ്റിക്കാൻ ഇനി പറ്റില്ല. അതെ അതെ, ഇനി ആർക്കും എന്നെ പറ്റിക്കാൻ കഴിയില്ല.